Hello, dear friends. Today I am showing you how to prepare arrowroot powder. My non-Keralite friends, please go to the description box. ആദ്യമായി ചെയ്യേണ്ടത് കൂവ പറിച്ച് അതിൻ്റെ തടയും കിഴങ്ങും എല്ലാം അതിൻ്റെ വേരും കേടുപാടുകളും കളഞ്ഞ് പലതവണ കഴുകി വയ്ക്കുക. ഇതാ അതിൻ്റെ വിത്തും തടയും കഴുകി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇനി അതെടുത്ത് അരിഞ്ഞാൽ മതി. അതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ, അതായത് കട്ട് ചെയ്യുമ്പോൾ അതിൽ നീല നിറത്തിൽ കാണാം, ഒരു റിങ്ങും കാണാം, നീല റിങ്ങും നീല കളറും കട്ടിയായിട്ട് കാണാം. അങ്ങനെയുള്ളത് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പടി വെളുത്തിരിക്കുന്നതാണെങ്കിൽ സെലക്ട് ചെയ്യേണ്ട, അത് വിത്തിനിടുകയോ അല്ലെങ്കിൽ മുറിച്ച് കഴിഞ്ഞതാണെങ്കിൽ കളയാം. തടയുടെയും വിത്തിൻ്റെയും ഒക്കെ നീല നിറം കാണിക്കാനായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കുക. അരി അരയ്ക്കും പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അത് അരിപ്പ പോലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിലൂടെ കുറേ വെള്ളം ഊറി താഴത്തെ പാത്രത്തിൽ വീണോളും. കുറച്ച് സത്ത് അതിലേക്ക് വീണോളും. പിന്നെ തോർത്തിൽ പിഴിഞ്ഞെടുക്കുക. ആ വെള്ളം ഒരു രാത്രി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു രാത്രി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം സ്റ്റീൽ പാത്രത്തിലെ വെള്ളം പതുക്കെ ഊറ്റി ആ ചുവന്ന പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഈ കാണുന്നത്. അത് ഏറെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പം പതുക്കെ ഊറ്റിക്കളഞ്ഞാൽ മതി. അതൊരു പശ പോലെ അടിയിൽ അതിൻ്റെ നൂറ് കിടപ്പുണ്ടാവും. അങ്ങനെ ഒരു 3-4 ദിവസം ചെയ്യുക. കാരണം ആ മുകളിലത്തെ വെള്ളം നല്ലോണം തെളിഞ്ഞു വരുന്നതാണ് കണക്ക്. അതിനുശേഷം ഉണക്കാൻ വയ്ക്കുക. കൂവ പൊടിച്ച് കലക്കി ഊറി വന്നതിനെ വെയിലത്ത് വെച്ച് ഒറ്റ ദിവസം കൊണ്ട് അല്ലെ 2 ദിവസം കൊണ്ട് ഉണങ്ങിയെടുത്തതിന് ശേഷം അതിനകത്തുള്ള കട്ടകൾ നമുക്ക് മാനുവലായിട്ട് കുറേയൊക്കെ പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചാലും നോക്കൂ, ഇതുപോലെ കിട്ടും. അതിനെ ഒന്നും കൂടെ പൊടിച്ച് മിക്സിയിലിട്ട് ഉണങ്ങിയ അത് മാത്രം പൊടിക്കുന്ന ജാറിലിട്ട് ഒന്നും കൂടെ പൊടിച്ചിട്ട് ഒന്നും കൂടെ വെയിലത്ത് വെച്ച് നല്ലവണ്ണം അതിൻ്റെ ഈർപ്പം പോയി എന്നറിഞ്ഞു കഴിഞ്ഞ് ആറിക്കഴിഞ്ഞിട്ട് അത് കുപ്പിയിലാണ് പൊടിച്ച് ഫൈൻ പൗഡറാക്കിയ കൂവപ്പൊടി ഭരണിയിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതെൻ്റെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടാണ്. നല്ല ഹാർഡ് വർക്ക് വേണം, നല്ല ശ്രദ്ധ വേണം. ക്ഷമയോടെ ചെയ്താൽ, ശുചിയായിട്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്താൽ ഇതുപോലെ ഫൈൻ പൗഡർ, ആരോറൂട്ട് പൗഡർ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഏതാണ്ട് 10 കിലോയ്ക്കടുത്ത് റോ മെറ്റീരിയലിൽ നിന്ന് എനിക്ക് 1 കിലോയോളം പൗഡർ കിട്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.